ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്കറിയാം, വാരിക്കുന്തവും ഉണ്ടാക്കി ഇവിടുന്ന് പോയവരാണ്. മത്സ്യത്തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ പുന്നപ്രവേലാൽ മരിച്ചത്, അറിഞ്ഞിരിക്കണം. വിശേഷിച്ച് ലേറ്റൻ കാത്തലിക്സ് അവരാണ് ഏറ്റവും കൂടുതൽ വാരിക്കുന്തവുമായി പോയത്. ഇവിടെ കുതിരപ്പന്തിയിൽ വാരിക്കുന്തം ഉണ്ടാക്കുന്ന കേന്ദ്രം ഉണ്ടായിരുന്നു, കാട്ടൂർ ജോസഫൊക്കെ അതിൽ മരിച്ച ആളാണ്. അപ്പൊ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു. പുന്നപ്രയിൽ വെടിവെപ്പുണ്ടായതിൽ മുമ്പിൽ നിന്ന് പോരാടിയത് മത്സ്യത്തൊഴിലാളികളാണ്. അന്നത്തെ കയർ ഫാക്ടറി തൊഴിലാളികളാണ്, ചെത്തു തൊഴിലാളികളാണ് പോരാടിയത്. അന്ന് അവിടെ നിന്ന് ഓടിപ്പോയവരുണ്ട്, ഇല്ലേ? മുന്നിൽ നിന്നവർക്കെല്ലാം നെഞ്ചിലാണ് വെടിയേറ്റത്. ആരും പിന്തിരിഞ്ഞോടിയില്ല വെടിയേറ്റത്. അവരെല്ലാം അവിടെ ഏറ്റില്ല, അവിടെ കിടന്ന് മരിച്ചു. അന്ന് തെങ്ങിന്റെ മേളിൽ കയറിയത് ഞങ്ങൾ വലിയ സ്വാതന്ത്ര്യ സമര സേനയായിട്ട് ഇപ്പൊ നടക്കുന്നുണ്ട്. ഒരു തെങ്ങിന്റെ മേളിൽ കയറിയത് 2-3 ദിവസം, മനസ്സിലായില്ലേ? ആരുടെ കുറ്റമല്ല, മനുഷ്യന്റെ എന്താ പറയുന്നത്, അന്നേരമുള്ള ഒരു 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 തോന്നലാണ്, ആരുടെ കുറ്റമായിട്ട് പറയല്ല. അവ ഇവിടുത്തെ തൊഴിലാളി വർഗം അന്ന് സർസിപിക്കെതിരെ പോരാടി. അദ്ദേഹത്തിന്റെ ചോറ്റുപട്ടാളത്തിന് വെടിയുണ്ടേറ്റ് മരിച്ചു. അതൊക്കെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ട്. എനിക്കിപ്പോ ചരിത്രബോധമില്ല എന്നാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഇവിടെ വൈകിട്ട് യോഗം ഉണ്ടായിരുന്നു, ചരിത്രബോധമില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞതൊക്കെ ചരിത്രമല്ല, എന്റെ കാര്യമല്ലല്ലോ പറഞ്ഞത്. അപ്പൊ എനിക്ക് ചരിത്രബോധമില്ല, പിന്നെ ആർക്കാ ചരിത്രബോധം ഉള്ളത്? ആർക്കാ ഇവിടെ ഉള്ളത്? പറ. അപ്പൊ ഇതൊക്കെ ശരിയാണോ? ഇങ്ങനൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? പറയേണ്ട കാര്യമില്ല.